നമസ്കാരം. നാടിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് വിഴിഞ്ഞം തുറമുഖം മുതൽ ബാലരാമപുരം വരെയുള്ള ഭൂഗർഭ തീവണ്ടി പാതയുടെ DPRന് അംഗീകാരമായി എന്നുള്ളതാണ്. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായാൽ ചരക്ക് നീക്കത്തിന് വേണ്ടി റെയിൽ ലൈൻ പണിയുക എന്ന റെയിൽവേയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തുരങ്കപാതയുടെ DPRന് അംഗീകാരം നൽകിയിരിക്കുന്നത്. 10.76 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട ബാലരാമപുരം വിഴിഞ്ഞം റെയിൽവേ ലൈനിൻ്റെ നീളം. ഇതിൽ 9.5 കിലോമീറ്റർ ദൂരവും ഭൂഗർഭ പാതയായിട്ടാണ് കടന്നുപോകുന്നത്. 1400 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഐക്കോണിക് റെയിൽവേ സ്റ്റേഷനായും ബാലരാമപുരം മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കണ്ടെയ്നർ യാർഡും നിർമ്മിക്കും. ഈ റെയിൽപാതയ്ക്ക് നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡുമായി കണക്ടിവിറ്റിയും ഉണ്ടായിരിക്കും. ബാലരാമപുരം മടവൂർപ്പാറയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടയിലുണ്ടായ തർക്കം മൂലം നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് പദ്ധതി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. അനുബന്ധ പദ്ധതികൾക്ക് ഈ ഒരു ഗതി വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ വിഴിഞ്ഞം ജംഗ്ഷനിലെ റോഡ് ചിത്രത്തിൽ കാണുന്ന മാതൃകയിലായിരിക്കും വരിക. ഇതിന് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഗതാഗത കുരുക്കിൽപ്പെടാതെ വാഹനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനാകും. ഇത്തരത്തിലുള്ള പദ്ധതികൾ യാതൊരു തടസ്സവും കൂടാതെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.